പാകിസ്ഥാൻ സ്പിന്നർ ഉസ്മാൻ താരിഖിന്റെ ബോളിംഗ് ആക്ഷനാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. താരിഖിന്റെ ബോളിംഗ് ക്രിക്കറ്റ് നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും അല്ലെന്നുമുള്ള രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ബൗളിങ്ങിനായി വളരെ കുറഞ്ഞ റണ്ണപ്പെടുക്കുന്ന താരം ക്രീസിലെത്തിയ ശേഷം ഒരു നിമിഷം ആക്ഷൻ നിർത്തുകയാണ്. അതിനുശേഷം ശ്രീലങ്കൻ ഇതിഹാസ താരം മലിംഗയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ബോളിംഗ് രീതിയാണ് താരം പുറത്തെടുക്കുന്നത്. ഇത് നിയമവിരുദ്ധമാണോ എന്നാണ് നമ്മൾ ഇത് പരിശോധിക്കുന്നത്. ബൗളർ പന്ത് റിലീസ് ചെയ്യുമ്പോൾ കൈമുട്ട് 15 ഡിഗ്രിയിൽ കൂടുതൽ മടങ്ങാൻ പാടില്ല എന്നതാണ് ICCയുടെ നിയമം. ആ നിയമം ഉസ്മാൻ താരിഖിന്റെ കാര്യത്തിൽ പാലിക്കപ്പെടുന്നുണ്ടെന്നാണ് ICC തന്നെ പറയുന്നത്. പാകിസ്ഥാൻ സൂപ്പർ ലീഗിനിടെ 2 തവണ താരിഖിന്റെ ഈ ആക്ഷൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഓരോ തവണയും താരം പരിശോധനയ്ക്ക് വിധേയമാവുകയും ക്ലീൻ ചിറ്റ് നേടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ താരിഖിന്റെ ആക്ഷനിൽ ക്രിക്കറ്റ് നിയമം അനുസരിച്ച് പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. തന്റെ ബോളിംഗ് ആക്ഷനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾക്ക് താരിഖ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: എന്റെ കൈകൾ ഡബിൾ ജോയിന്റഡ് ആണ്. കൈ സ്വാഭാവികമായി തന്നെ വളഞ്ഞ രീതിയിലാണുള്ളത്. എന്റെ ആക്ഷൻ സംബന്ധിച്ച് പരാതി ഉയർന്ന സമയത്ത് ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് ക്ലിയറൻസ് വാങ്ങിയതാണ്. ഞാൻ കൈ മടക്കുന്നു എന്നാണ് എല്ലാവർക്കും തോന്നുന്നത്. പക്ഷേ അതൊരു ജന്മനായുള്ള ശാരീരിക പ്രത്യേകതയാണ്, അല്ലാതെ നിയമവിരുദ്ധമായി താനൊന്നും ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. താരിഖിന്റേതിന് സമാനമായ പ്രത്യേകതയുള്ള മറ്റു 2 ബോളർമാരുണ്ട്. അത് മുത്തയ്യ മുരളീധരനും ജസ്പ്രീത് ബുംറയുമാണ്. എൽബോ എന്നാണ് ഈ കൈയുടെ പ്രത്യേകതയ്ക്ക് വൈദ്യശാസ്ത്രത്തിൽ പറയുന്ന പേര്. ബോളിംഗ് ആക്ഷനുമായി ബന്ധപ്പെട്ട് ദീർഘനാൾ വേട്ടയാടപ്പെട്ട ഒരാൾ കൂടിയാണ് മുത്തയ്യ മുരളീധരൻ. ഒടുവിൽ ശാസ്ത്രീയ പരിശോധനകളിലൂടെയാണ് മുരളീധരൻ തന്റെ ബോളിംഗ് ശരിയാണെന്ന് ലോകത്തെ അറിയിച്ചത്. ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയുടെ കൈകൾക്കും സമാനമായ ഒരു സവിശേഷതയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബോളിംഗ് ആക്ഷനിൽ നമ്മൾ കാണുന്ന വ്യത്യസ്തത. താരിഖിന്റെ ബോളിംഗ് ആക്ഷനെതിരെ മുൻ ഇന്ത്യൻ താരങ്ങളടക്കം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മുൻ ഇന്ത്യൻ താരമായ അശ്വിൻ തന്നെ താരിഖിന് അനുകൂലമായി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. താരിഖിന്റെ ബോളിംഗ് ആക്ഷനിൽ യാതൊരുവിധ പ്രശ്നങ്ങളില്ലെന്നും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഓൺ ഫീൽഡ് അമ്പയർക്ക് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് അശ്വിന്റെ പക്ഷം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ICC തന്നെയാണെന്നാണ് അശ്വിൻ പറയുന്നത്. ബാറ്റ്സ്മാൻമാർക്ക് പല സമയങ്ങളിലും അവർ ക്രീസ് വിട്ട് കളിക്കാനും ഇല്ലെങ്കിൽ സ്വിച്ച് ഹിറ്റ് ചെയ്യാനും ഒക്കെ തന്നെ അവസരം നമ്മുടെ നിയമത്തിലുണ്ട്. പക്ഷേ ബോളർമാർക്ക് അത്തരത്തിലുള്ള യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്നും അശ്വിൻ കുറ്റപ്പെടുത്തുന്നുണ്ട്.